പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള എണ്ണ വിപണിയിലുണ്ടായ അനിശ്ചിതത്വം പരിഹരിക്കാൻ സുപ്രധാന നീക്കവുമായി ഇന്റർനാഷണൽ എനർജി ഏജൻസി രംഗത്ത്. വിപണിയിലെ വിലക്കയറ്റവും വിതരണ തടസ്സവും നേരിടാൻ 32 അംഗരാജ്യങ്ങളുടെ കരുതൽ ശേഖരത്തിൽ നിന്ന് 400 ദശലക്ഷം ബാരൽ എണ്ണ പുറത്തുവിടുമെന്ന് IEA പ്രഖ്യാപിച്ചു. ഏജൻസിയിലെ 32 അംഗ രാജ്യങ്ങളും ഐക്യകണ്ഠേനയാണ് ഈ തീരുമാനമെടുത്തത്. ഓരോ രാജ്യത്തിന്റെയും ദേശീയ സാഹചര്യത്തിനനുസരിച്ചുള്ള സമയക്രമത്തിലായിരിക്കും ഈ എണ്ണ വിപണിയിലേക്ക് ലഭ്യമാക്കുകയെന്ന് IEA പ്രസ്താവനയിൽ അറിയിച്ചു. എണ്ണ വിപണി നേരിടുന്ന വെല്ലുവിളികൾ അഭൂതപൂർവമാണെന്നും അതിനാൽ അംഗരാജ്യങ്ങൾ ഒത്തൊരുമിച്ച് സ്വീകരിച്ച നടപടി ചരിത്രപരമാണെന്നും IEA എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞു. എണ്ണ വിപണിയെ ശാന്തമാക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ വിതരണത്തെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമായ സാഹചര്യത്തിലാണ് ഈ നടപടി. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെട്ടാൽ അത് ആഗോള വിപണിയെ സാരമായി ബാധിക്കും. ഷിപ്പിംഗ് റൂട്ടുകളെയോ ഉൽപാദനത്തെയോ ബാധിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായാൽ വിപണിയിൽ അധിക എണ്ണ എത്തിച്ച് വിലക്കയറ്റം തടയാനാണ് IEA ശ്രമിക്കുന്നത്. പാരീസ് ആസ്ഥാനമായുള്ള IEA ആഗോള വിതരണ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അംഗരാജ്യങ്ങൾക്കിടയിലുള്ള എണ്ണ ശേഖരം ഏകോപിപ്പിക്കുന്ന പ്രവർത്തനമാണ് തുടരുന്നത്. അംഗരാജ്യങ്ങൾ കുറഞ്ഞത് 90 ദിവസത്തെ എണ്ണ ഇറക്കുമതിക്ക് തുല്യമായ അടിയന്തര ശേഖരം സൂക്ഷിക്കേണ്ടതുണ്ട്. മുൻപ് 2011 ലിബിയൻ ആഭ്യന്തര യുദ്ധ സമയത്ത് 6 കോടി ബാരലും 2022 ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാൻ 24 കോടി ബാരലിലധികവും ഇത്തരത്തിൽ വിട്ടു നൽകിയിരുന്നു. ഇറാൻ സംഘർഷം വിതരണ ശൃംഖലയെ ദീർഘകാലം ബാധിച്ചാൽ അത് ആഗോളതലത്തിൽ ഇന്ധനവില വർധനവിനും പണപ്പെരുപ്പത്തിനും കാരണമാകും. ഇത് സർക്കാരുകളുടെയും കേന്ദ്ര ബാങ്കുകളുടെയും സാമ്പത്തിക നയരൂപീകരണത്തെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം. വരാനിരിക്കുന്ന വിതരണ തടസ്സങ്ങളെ നേരിടാനും വിപണിയെ സംരക്ഷിക്കാനുമായി വിവിധ രാജ്യങ്ങൾ മുൻകരുതൽ നടപടികൾ ആലോചിക്കുന്നുണ്ടെന്ന് ഊർജ്ജ വിദഗ്ധർ വിലയിരുത്തുന്നു. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഗോള വിപണിയിലെ ഈ മാറ്റങ്ങൾ വളരെ നിർണായകമാണ്. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലിനെ ബാധിക്കുന്നതിനൊപ്പം രൂപയുടെ മൂല്യത്തെയും പണപ്പെരുപ്പത്തെയും ബാധിക്കും. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനായി വിശാഖപട്ടണം, മംഗളൂരു, പാഡൂർ എന്നിവിടങ്ങളിലായി ഇന്ത്യയും സ്വന്തമായി തന്ത്രപ്രധാന എണ്ണ ശേഖരണ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഊർജ്ജ വിപണികളെ സ്ഥിരതപ്പെടുത്താൻ സർക്കാരുകൾ നീങ്ങുന്നതിനാൽ മാർച്ച് 16 മുമ്പ് തന്നെ ജപ്പാൻ തങ്ങളുടെ എണ്ണ ശേഖരത്തിന്റെ ഒരു ഭാഗം പുറത്തിറക്കുമെന്ന് പ്രധാനമന്ത്രി സനെ തകായിച്ചി പറഞ്ഞു. ടോക്കിയോയിൽ സംസാരിച്ച തകായിച്ചി വിതരണ ആശങ്കകൾ ലഘൂകരിക്കുന്നതിന് ജപ്പാൻ 15 ദിവസത്തെ സ്വകാര്യ മേഖലയിലെ എണ്ണ ശേഖരവും 1 മാസത്തെ സംസ്ഥാന എണ്ണ ശേഖരവും പുറത്തിറക്കാൻ പദ്ധതിയിടുന്നതായി പറഞ്ഞു. ഇറാനുമായുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങൾ കാരണം ആഗോള ഊർജ്ജ വിപണികൾ പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് നീക്കം. ഇത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. എണ്ണവിലയിലെ ചാഞ്ചാട്ടം തടയുന്നതിനും വിതരണക്ഷാമം തടയുന്നതിനുമുള്ള സാധ്യമായ അടിയന്തര നടപടികളെക്കുറിച്ച് പ്രധാന ഊർജ്ജ ഉപഭോഗ രാജ്യങ്ങൾക്കിടയിൽ നടന്ന ചർച്ചകളെ തുടർന്നാണ് ജപ്പാന്റെ തീരുമാനം. ആഗോള എണ്ണ വിതരണത്തിൽ പെട്ടെന്നുള്ള തടസ്സങ്ങൾ, പ്രത്യേകിച്ച് ഭൂരാഷ്ട്രീയ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഉൽപാദനത്തെയും ഗതാഗതത്തെയും ബാധിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനായി സർക്കാരുകൾ തന്ത്രപരമായ എണ്ണ ശേഖരം പരിപാലിക്കുന്നു. പ്രധാന ഉൽപാദന മേഖലകളിൽ നിന്നുള്ള വിതരണത്തെ ബാധിച്ചാൽ വിപണിയിലേക്ക് കൂടുതൽ എണ്ണ എത്തിക്കാനും വില സ്ഥിരത കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയെ വളരെയധികം ആശ്രയിക്കുന്ന ജപ്പാൻ ആഗോള ഊർജ്ജ വിപണിയിലെ സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.